ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളത്തേക്കുള്ള, അതായത് 4th മെയ് 2026 പ്രീ മാർക്കറ്റ് അനാലിസിസ്. അതായത് മൺഡേ, ഓൾമോസ്റ്റ് 3 ഡേയ്സിൻ്റെ ഒരു ഹോളിഡേ ഗ്യാപ്പിന് ശേഷമുള്ള മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിലോട്ടാണ് സംസാരിക്കുന്നത്. സോ ഫ്രൈഡേ എല്ലാവർക്കും അറിയായിരുന്നു ഹോളിഡേ ആയിരുന്നു. ആൻഡ് ബേസിക്കലി സാറ്റർഡേയും സൺഡേയും ആ ഒരു ഹോളിഡേ ഒരു ടോട്ടൽ 3 ഡേയ്സ് ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടോട്ടൽ സിറ്റുവേഷൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ളൊരു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് തന്നെ നോക്കാം. വ്യാഴാഴ്ച എന്താ മാർക്കറ്റിൽ സംഭവിച്ചു? വ്യാഴാഴ്ച നമുക്കറിയാം, കഴിഞ്ഞ വ്യാഴാഴ്ച എന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പയറി ആയിരുന്നു സെൻസെക്സിൽ. അപ്പോൾ അതിൻ്റെ കണ്ടീഷനിലായിരുന്നു മാർക്കറ്റിൻ്റെ വർക്കിംഗ് ഉണ്ടായിരുന്നത്. അതായത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ദിസ് കൈൻഡ് ഓഫ് ഒരു ഫസ്റ്റ് ഹാഫ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിങ്ങിൽ വന്നു, പിന്നെ ബൈങ്ങിലോട്ട് കൺവേർട്ടായി. അങ്ങനത്തെ ഒരു മാർക്കറ്റായിരുന്നു. ആൻഡ് സിമിലർലി ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും കുറച്ചും കൂടി നല്ലൊരു റിക്കവറി നടന്നിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ മനസ്സിലാവും. ഒരു ആദ്യം സെൽ ഓഫിലോട്ട് മാർക്കറ്റ് വന്നു ആൻഡ് റിക്കവർ ചെയ്തു. സിമിലർലി സെൻസെക്സിനും സെയിം കണ്ടീഷനായിരുന്നു നമുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ആദ്യം സെല്ലിങ്ങിലോട്ട് വന്നു, മാർക്കറ്റ് സിമിലർലി റിക്കവർ ചെയ്തു. അപ്പോൾ ഈ കണ്ടീഷനായിരുന്നു മാർക്കറ്റിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൺഡേ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് വന്നു, എക്സാക്ട്ലി മാർക്കറ്റ് ഒരു ഫിബ് ടെസ്റ്റ് ഏരിയ ആണത്. ജസ്റ്റ് ലൈക്ക് ഇവിടുന്ന് നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുമ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് റിജക്ഷൻ വന്നത് ഒരു ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് 0.618%, 0.5% അടുത്താണ് റിജക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ വന്നത് ഇവിടുന്ന് റിജക്ഷനാണ്. അപ്പം ഈ റിജക്ഷനും മാർക്കറ്റിൽ ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ 76,500 ബ്രേക്ക് ഡൗൺ ചെയ്ത് റിക്കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ഓപ്പൺ ക്യാനിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ മാർക്കറ്റിൽ എന്തുണ്ടാവും? സെല്ലർ ക്രിയേഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. അഥവാ മാർക്കറ്റിൽ ബയ്യർ കയറിയിട്ടുണ്ടെങ്കിൽ, റാൻഡം ബയ്യർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ക്രോസിന് ശേഷമാണ്. കാരണം ഇവിടെ 2 ലെവൽസ് ഉണ്ട്, 77 ഉണ്ട്, ഓപ്പൺ ക്യാൻഡിലും ഉണ്ട്. അപ്പോൾ ബയ്യർ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ലാസ്റ്റ് അറ്റം നോക്കിയാൽ മനസ്സിലാവും റീട്രേസ്മെൻറ്റിൽ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ഇത്ര ദിവസം 3 ദിവസം, അതായത് 3 ദിവസം ഹോളിഡേ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ടാണ് ഈ വ്യാഴാഴ്ച ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അഥവാ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ടുള്ള സെല്ലറെ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അവർ കംപ്ലീറ്റ് പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് പ്രൈസ് ആക്ഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്, നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്, എക്സാക്റ്റ് ഫിബിൻ്റെ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത മാർക്കറ്റാണ്. ആൻഡ് ഡയറക്റ്റ് ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇമോഷൻ മൊത്തം ഒരു സെല്ലേഴ്സിന് ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബയ്യർ മാർക്കറ്റിൽ അറിയാലോ, 3 ഡേയ്സ് ഒരു ഹോളിഡേ വരുമ്പോൾ ഒരിക്കലും ബയ്യേഴ്സ് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ നമുക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഇവിടെയുള്ള റാൻഡം സെല്ലറെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ ലാസ്റ്റ് അറ്റംപ്റ്റിൽ വന്ന യു ടേൺ ഇതേ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു കണ്ടീഷനിലാണ് ഇവിടെ പ്രൈസ് ആക്ഷൻ ബിൽഡ് ആവുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ നമുക്ക് ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലാറ്റ് കിട്ടി നമുക്ക് റിജക്ഷൻ കിട്ടണം. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ കിട്ടി മാർക്കറ്റ് ക്വിക്കലി പോസിറ്റീവ് ആവുന്നതിന് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ഫ്ലാറ്റ് കിട്ടി മേലോട്ട് കയറി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ കൺഫ്യൂസ് ചെയ്യും. അതായത് മാർക്കറ്റിൽ മേ ബി വോളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. ക്വിക്കലി ട്രേഡ് എടുക്കുന്നത് നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ വെയിറ്റ് ചെയ്യും. ആൻഡ് അഗെയിൻ ഗ്യാപ്പ് അപ്പ് കിട്ടിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പം ഇതാണ് മാർക്കറ്റിൽ നാളത്തേക്കുള്ളൊരു കണ്ടീഷൻ. സിമിലർലി നിഫ്റ്റിയിലും സെയിം ആസ് കണ്ടീഷനാണ് നമുക്ക് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നത്. ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ് ഡൗൺ, ബൈയിങ് ഉള്ളൊരു പോസിബിലിറ്റിയാണ്. അപ്പം ഈ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ നോക്കണം പ്രൈസ് ആക്ഷനായി വരുന്നത് എന്നുള്ളത്. ഇനി ഇതിൽ ഇഗ്നോർ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഗ്യാപ് ഡൗണും ഹെവി ഗ്യാപ്പ് അപ്പിൽ നമ്മൾ മാർക്കറ്റിൽ പ്ലാൻഡ് അല്ല. കാരണം ഓൾറെഡി അത് നടക്കാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് എന്തെങ്കിലും ട്രേഡിൻ്റെ കണ്ടീഷൻ, അതായത് എന്താ പറയുക, US ഇറാൻ വാറിൻ്റെ കണ്ടീഷൻ കിടക്കുന്നൊരു സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് ഡയറക്റ്റ്ലി വരും. അറിയാലോ, ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് മാർക്കറ്റിലും വരും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വലിയ ഗ്യാപ്പ് ഡൗണും നമ്മൾ മാർക്കറ്റിൽ ഇഗ്നോർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ ആ ക്രിയേറ്റ് ആവുന്ന പ്രൈസ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ട്രേഡ് പാസ്സാക്കുള്ളൂ. ഓക്കെ, സെയിം കണ്ടീഷനാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ഡൗട്ടാണ്, എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആയിട്ടുള്ളത് സം കൈൻഡ് ഓഫ് ഒരു ഹ്യൂജ് സപ്പോർട്ടിന് എടുത്തുന്നതാണ്. കാരണം ഒരുപാട് ദിവസം മുന്നായിട്ടുള്ളൊരു റേഞ്ച് ബൗണ്ടിൻ്റെ ഒരു സപ്പോർട്ടിന് എടുത്തുന്ന മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ്. അപ്പം അഥവാ ബയ്യർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ റീടെസ്റ്റിൽ തന്നെ മാർക്കറ്റ് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ സെയിം പ്ലാനാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും വരുന്നത്, നിഫ്റ്റിയിലും വരുന്നത്, എല്ലാ മാർക്കറ്റിലും വരുന്നുള്ളത്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നമുക്ക്
ട്രേഡ് പ്ലാൻ ചെയ്യാം. ആൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയൊക്കെയാണുള്ളത് മാർക്കറ്റിൽ. നിഫ്റ്റിയിൽ 24,043 ആൻഡ് സപ്പോർട്ടായിട്ട് 23,966 ഇത് റെസിസ്റ്റൻസ്. ആൻഡ് 24,144 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ബോട്ടം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,690. ആൻഡ് സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമിലർ ആണ്. മാർക്കറ്റിൽ മിഡിലൊരു റൗണ്ട് നമ്പർ ഉണ്ട്. ആൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് 76,785 ഉണ്ട്. മേലൊരു റൗണ്ട് നമ്പർ അവൈലബിൾ ആണ് റെസിസ്റ്റൻസ് ആയിട്ട്, അതിൻ്റെ മേലൊരു ലെവലുണ്ട്. ആൻഡ് ബോട്ടം സൈഡിലാണെങ്കിൽ 76,000 എന്ന റൗണ്ട് നമ്പർ അവൈലബിൾ ആണ് സെൻസെക്സിൽ. സിമിലർലി ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് മിഡിൽ ഒരു 50,725 സപ്പോർട്ട് ലെവൽ നമുക്കിത് എൻട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു റൗണ്ട് നമ്പറിൻ്റെ ഒരു അടുത്ത മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളതും 55,000. ആൻഡ് ബോട്ടം സൈഡിൽ 2 റൗണ്ട് നമ്പർ ഉണ്ട്, 54,500 54,000. ആൻഡ് അഗെയിൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 55,500 റെസിസ്റ്റൻസ് നമുക്ക് മേലെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ലെവൽസ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ നാളത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.